നിങ്ങളുടെ വില്ലേജിൽ ആരംഭിച്ച് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള 10 ബിസിനസ് ഐഡിയകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് ഓർഗാനിക് വെജിറ്റേറിയൻ ഷോപ്പാണ്. നല്ല ജൈവ പച്ചക്കറികളൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയ ഷോപ്പ് നിങ്ങളുടെ സമീപപ്രദേശത്ത് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മികച്ച ലാഭം അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. വ്യവസായികളിൽ നിന്ന് നിങ്ങൾക്ക് പച്ചക്കറികൾ കളക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഷോപ്പിൽ കൊണ്ടുവന്ന് നല്ല രീതിയിൽ വിൽപ്പന നടത്താൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ലാഭവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഫിഷ് ഫാമിംഗ് ആണ്. ഫിഷ് ഫാമിംഗിൽ തന്നെ ധാരാളം ടൈപ്പുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് വേണം എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ചിലർ അലങ്കാരി മത്സ്യങ്ങളെയാണ് സെയിൽ ചെയ്യുന്നത്, മറ്റു ചില വളർത്തു മത്സ്യങ്ങളെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ലാഭം കൂടുതൽ കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ വളർത്താൻ ഏതാണോ സൗകര്യമായിട്ട് തോന്നുന്നത്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വലിയ വലിയ ടാങ്കൊക്കെ കെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വളർത്തു മത്സ്യങ്ങളെ കൊണ്ടിട്ട് വിൽപ്പന നടത്താവുന്നതാണ്. തിലോപ്പിയ പോലെയൊക്കെയുള്ള മത്സ്യങ്ങളെ നിങ്ങൾക്ക് അവിടെ വളർത്താം. അതിലൂടെ മികച്ച ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അലങ്കാര മത്സ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മത്സ്യങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെയും നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അടുത്തായിട്ട് റീറ്റെയിൽ ഷോപ്പാണ്. നിങ്ങളുടെ സമീപ പ്രദേശത്ത് നിങ്ങൾക്കൊരു പലവ്യഞ്ജന കട തുടങ്ങാൻ സാധിക്കും. അപ്പോൾ അവിടെ ധാരാളം പലവ്യഞ്ജന കടകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരെണ്ണം അവിടെ തുടങ്ങാൻ പറ്റും. അവിടെ നിങ്ങൾ ധാരാളം ഓഫറുകളോ ഗിഫ്റ്റോ ഒക്കെ കൊടുത്തുകൊണ്ട്, ഒരുപാട് ഡിസ്കൗണ്ട് ഓഫറുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പ് വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾ പ്രോഡക്റ്റുകൾ കൊടുത്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് അവിടെ വിൽപ്പന നടക്കും. അതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള പലവ്യഞ്ജന കടകളിൽ ഇല്ലാത്ത പ്രോഡക്റ്റുകൾ കൂടി നിങ്ങൾ അവിടെ വാങ്ങി വെക്കുക. ആരെങ്കിലും ഒരു പ്രോഡക്റ്റ് തിരക്കി വരുമ്പോൾ അതവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദിവസം നിങ്ങൾ അത് എടുത്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കടയിലേക്ക് കൂടുതൽ ആൾക്കാരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ അത് റൺ ആവുകയും ചെയ്യും. അടുത്തായിട്ട് ഡയറി ഫാമിംഗ് ബിസിനസ് ആണ്. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ച് കന്നുകാലികളെ മേടിച്ച് വീട്ടിൽ വളർത്തിയതിനു ശേഷം അതിന്റെ പാല് വിറ്റുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും. ധാരാളം കമ്പനികൾക്കൊക്കെ നിങ്ങൾക്ക് പാൽ സപ്ലൈ ചെയ്തുകൊണ്ട് ഈ ബിസിനസ്സിൽ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. വലിയ വലിയ ഫാമുകളൊക്കെ നടത്തുന്നവരെ സമീപിച്ച് നിങ്ങൾക്ക് അവിടെ നിന്ന് പാൽ കളക്ട് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്ത് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്തായിട്ട് പൗൾട്രി ഫാമിംഗ് ബിസിനസ് ആണ്. ധാരാളം പേർ കോഴികളെ വീട്ടിൽ വളർത്തുന്നുണ്ട്. ചിലർ ഫാൻസി കോഴികളെയും, ചിലർ മുട്ടക്കോഴികളെയും, ചിലർ ഇറച്ചി കോഴികളെയും വളർത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏതിനാണോ ഡിമാൻഡ് കൂടുതൽ, ഏതിനാണോ ആവശ്യക്കാർ കൂടുതലുള്ളത്, അത് മനസ്സിലാക്കിയതിന് ശേഷം ആ ടൈപ്പ് കോഴികളെ നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. ഇതിനെ വളർത്തുന്ന അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിന്റെ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ കൃത്യമാക്കി മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണിത്. കോഴികൾക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താറാവുകളെയും വളർത്താവുന്നതാണ്. താറാവുകൾക്ക് പൊതുവെ അസുഖങ്ങളൊക്കെ കുറവാണ്. നല്ല മുട്ടയും അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മുട്ട വിറ്റുകൊണ്ട് നിങ്ങൾക്ക് മികച്ചൊരു ലാഭം അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബിസിനസ്സും നിങ്ങൾക്ക് ഗ്രാമപ്രദേശത്ത് ചിന്തിക്കാവുന്ന ഒന്ന് തന്നെയാണ്. അടുത്തതായിട്ട് ഫെർട്ടിലൈസർ ബിസിനസ് ആണ്. ഓരോ വ്യവസായങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഫെർട്ടിലൈസറുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് സീഡുകളും ഒക്കെ സെയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഗ്രാമപ്രദേശത്തുള്ള ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള സീഡുകളാണ് ആവശ്യം, എന്തൊക്കെ ഫെർട്ടിലൈസറുകളാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് നിങ്ങൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അടുത്തായിട്ട് വില്ലേജിൽ തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് അഗർബത്തി മേക്കിംഗ് ബിസിനസ് ആണ്. ഈ ഒരു ബിസിനസ് എടുത്ത് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ മെറ്റീരിയലുകളെല്ലാം കളക്ട് ചെയ്തതിന് ശേഷം വീട്ടിലിരുന്നു കൊണ്ട് ഇത് പെർഫ്യൂം ചെയ്ത് പാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അഗർബത്തിയുടെ ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഉണ്ട്. അത് പെർഫ്യൂം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഈ ഒരു ബിസിനസ് ആരംഭിച്ച് അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നുള്ളതിന്റെ A to Z കാര്യങ്ങൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പാർട്ട് 1 മുതൽ പാർട്ട് 5 വരെയുള്ള വീഡിയോകളുണ്ട്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ട് നിങ്ങൾക്ക് അവർക്ക് ഇത് കൊടുക്കാവുന്നതാണ്, ഹോൾസെയിലായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്നും അവർ ബൾക്ക് ഓർഡറുകൾ എടുക്കും. അതിലൂടെ നിങ്ങൾക്ക് മികച്ച ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അടുത്തായിട്ട് ഗാർഡനിങ് ബിസിനസ് ആണ്. നിങ്ങളുടെ ഗ്രാമപ്രദേശത്ത് നിങ്ങൾക്ക് ചെടികൾ വിറ്റുകൊണ്ട് നല്ല ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. അവിടെ ഏതൊക്കെ ചെടികളാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അത്തരത്തിലുള്ള ചെടികൾ നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. പലരും വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും ടെറസിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ചെടികൾ ധാരാളമായിട്ട് വാങ്ങാറുണ്ട്. പല ടൈപ്പ് ചെടികളുണ്ട്. ആവശ്യക്കാർക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചുള്ളത് എടുത്ത് കൊടുക്കുക. ഫലവൃക്ഷങ്ങളുടെയും ഉണ്ട്, ഹൈബ്രിഡ് ചെടികളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണത്. ധാരാളം പേർ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ നിങ്ങൾക്കത് ചെയ്യാനും പറ്റും. അടുത്ത ഒരു ബിസിനസ് എന്ന് പറയുന്നത് ട്യൂഷൻ സർവീസ് ആണ്. നിങ്ങളുടെ സമീപ പ്രദേശത്തൊന്നും വലിയ വലിയ ട്യൂഷൻ സെന്ററുകൾ ഒന്നും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെറിയ രീതിയിൽ ഒരു ട്യൂഷൻ സർവീസ് ആരംഭിക്കാവുന്നതാണ്. നിങ്ങളുടെ സിറ്റിയിലുള്ളവരൊക്കെ ട്യൂഷന് വേണ്ടിയിട്ട് മറ്റ് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്യൂഷൻ സെന്റർ ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. അടുത്തായിട്ട് ജൂട്ട് ബാഗ് മേക്കിംഗ് ബിസിനസ് ആണ്.
ജൂട്ട് ബാഗ് അല്ലെങ്കിൽ പേപ്പർ ബാഗ് ബിസിനസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമപ്രദേശത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും. കുറഞ്ഞ ചെലവിൽ അതിന്റെ റോ മെറ്റീരിയലൊക്കെ എടുത്തുകൊണ്ട് വലിയ കടബാടകയൊന്നും ഇല്ലാതെ സ്വന്തം വീട്ടിൽ തന്നെ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ബാഗ് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലും ബേക്കറികളിലും മറ്റ് ഷോപ്പുകളിലും ഒക്കെ സെയിൽ ചെയ്യാവുന്നതാണ്. കുറഞ്ഞ ചെലവിൽ വില്ലേജിൽ ഇരുന്ന് ആരംഭിക്കാൻ പറ്റുന്ന ഏതാനും ചില ബിസിനസ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.